ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. പിച്ച നടക്കുന്ന പിഞ്ചോമനകൾ കൊഞ്ചി അവർ JCB കാണുമ്പോൾ അവർ പറയും, ദാ അമ്മേ JCB അല്ലെങ്കിൽ ബുൾഡോസർ, ഇങ്ങനെയൊക്കെ അവർ മാറ്റി മറിച്ചൊക്കെ പറയാറുണ്ട്. അതെ, ചെറിയവരും വലിയവരും ഒക്കെയും വളരെ കൗതുകവും നോക്കുന്നതാണ് നമ്മൾ JCB അല്ലേ. നമുക്കറിയാം, ബൈബിളിൽ പറയുന്നു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതെ, ആ നിലയിലും ഉപയോഗിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് ശത്രുവായ സാത്താൻ്റെ ഘോരത്വങ്ങളെ തകർത്തെറിയുവാനും ദൈവരാജ്യത്തിൻ്റെ ആ വ്യാപ്തിക്ക് വേണ്ടി പണിയുവാനും പ്രയത്നിക്കുവാനും ഒക്കെയും ആ നിലയിലൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ ദൈവം ഓരോ ദൈവ പൈതലിനെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആയതിനാൽ അപ്പം വളരെ പണ്ട് മുതലേ അത് ബൈബിളിൽ ആ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ നമുക്കറിയാം, ഇന്ന് JCB എവിടെയും സുലഭമാണ്. കാർവാറ മണ്ണിടിഞ്ഞ അടുത്തും അതുപോലെ മുണ്ടക്കൈ ദേശത്തും നമുക്ക് കണ്ടു. അതിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നാം ധാരാളം കണ്ടു അല്ലേ. അതെ, ഇന്ന് ദൈവം അല്പം കൊണ്ടാട്ടെ അധികം കൊണ്ടാട്ടെ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ശ്രദ്ധിച്ചതാണല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു മധ്യവയസ്കനെ തൻ്റെ കയ്യിലുള്ള വടി നീട്ടിക്കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തു. ഇതുപോലെ തക്ക സമയത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. അല്പം കൊണ്ടാട്ടെ അധികം കൊണ്ടാട്ടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ JCB തന്നെയാണ് മനുഷ്യർക്ക് അസാധ്യമായ അനേക വൻകാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്തെടുക്കുന്നു. എന്നതുപോലെ ദൈവത്തിന് നമ്മെ കൊണ്ട് തന്നെ കൂടുതൽ വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ശക്തിയും കൃപയും സൈന്യങ്ങളും എല്ലാം നമുക്ക് കർത്താവ് സപ്പോർട്ട് തരാനായിട്ട് സദാ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. അതെ, ചൂട് പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് നമുക്കാണ് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തം. പ്രിയ ദൈവ പൈതലേ, നീ അതിന് റെഡിയാണോ? ഓക്കെ, ഇവിടെ കർത്താവിൻ്റെ അഹിതം നമുക്ക് നിറവേറ്റാം. ഇന്നത്തെ മനപാഠവാക്യം യൂദാലേഖനം 23-ാം വാക്യം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. യൂദാ 23-ാം വാക്യം. അസാധ്യങ്ങൾ സാധ്യമാക്കുമേ കർത്തൻ, അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിച്ചിടും താതൻ, അത്ഭുതവാനൻ അതിശയവാനൻ നാഥൻ. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിച്ചിടും താതൻ, അത്ഭുതവാനൻ അതിശയവാനൻ നാഥൻ. അസാധ്യം സാധ്യമാക്കുമേ കർത്തൻ, അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. വൻമലകൾ ഞൊടിയിടയിൽ ഇടിച്ചു നിരത്തിയിടും, വരണ്ട മരുഭൂമിയെ ജലാശയമാക്കിയിടും. വൻമലകൾ ഞൊടിയിടയിൽ ഇടിച്ചു നിരത്തിയിടും, വരണ്ട മരുഭൂമിയെ ജലാശയമാക്കിയിടും. അസാധ്യങ്ങൾ സാധ്യമാക്കുമേ കർത്തൻ, അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. ഓരോ ശത്രു സൈന്യത്തെ അടിച്ചു തകർത്തിടും, തൻ്റെ ദാസരെ തിരു ചിറകടിയിൽ കരുതും. ഓരോ ശത്രുവിൻ സൈന്യത്തെ അടിച്ചു തകർത്തിടും, തൻ്റെ ദാസരെ തിരു ചിറകടിയിൽ കരുതും. അസാധ്യങ്ങൾ സാധ്യമാക്കുമേ കർത്തൻ, അസാധ്യങ്ങൾ സാധ്യമാക്കുമേ.
ചൂളവോ കത്തിടുന്ന അന്ത്യനാൾ വരുന്നേ. അനേകരെ തീയിൽ നിന്നു വലിച്ചെടുത്തിടാമേ. ചൂള പോലെ കത്തിടുന്ന അന്ത്യനാൾ വരുന്നേ. അനേകരെ തീയിൽ നിന്നു വലിച്ചെടുത്തിടാമേ. അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. കർത്തൻ അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിച്ചിടും താതൻ. അത്ഭുതവാനൻ അതിശയവാനൻ നാഥൻ. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിച്ചിടും താതൻ. അത്ഭുതവാനൻ അതിശയവാനൻ നാഥൻ. അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. കർത്തൻ അസാധ്യങ്ങൾ സാധ്യമാക്കുമേ. പ്രിയരെ, നമ്മൾ വയനാട് ദേശം വളരെ വൈഷമ്യത്തിലൂടെ കടന്നുപോയി. അനേകർ അനാഥരായി, അനേക വിധവകളായി, അനേക ഇടയൊരൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദുഃഖിതരായി കഴിയുകയാണ്. അത് അനേക ആശുപത്രികളിൽ ഇപ്പോഴും ഉണ്ട്. അനേക മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അനേകർ ഇന്നും ആയിരക്കണക്കിന് ജനങ്ങൾ ക്യാമ്പിലൊക്കെ ആയിരിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ നമ്മൾ വന്ന വഴികളിലും നമ്മുടെ സങ്കടങ്ങളിൽ കൂടിയിരുന്ന ദൈവം, അനേക വെല്ലുവിളികളുടെ മധ്യേ നമ്മുടെ കണ്ണുനീര് ഒപ്പിയ ദൈവം, സർവശക്തനായ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. അതെ, ആ സങ്കടങ്ങളിൽ നമുക്കും പങ്കുചേരാം. പൊൻകരങ്ങളാൽ താങ്ങി, സങ്കടങ്ങളിലെല്ലാം പൊൻകരങ്ങളാൽ താങ്ങി, സങ്കേതം നെഞ്ചിലേക്ക് കണ്ണുകൾ തുടച്ചിടുന്ന മൽപ്രാണനായകനെ, മാതൃഭാസിന്ദോ മൽപ്രാ